ഹലോ. മലയാള സിനിമയിലെ സർപ്രൈസ് ഹിറ്റുകളിലൊന്നായ വാഴയുടെ വിജയത്തെ തുടർന്ന് വിപിൻ ദാസ് ഒരുക്കിയ വാഴ 2 തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണല്ലോ. വാഴയുടെ കായും തണ്ടും ഇലയും എല്ലാം ഉപയോഗപ്രദമാണ് എന്നതുപോലെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഈ സിനിമ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സിനിമ ഇപ്പോൾ 100 കോടി കവിഞ്ഞും മുന്നോട്ട് നീങ്ങുകയാണ്. വിപിൻ ദാസിന് സാമ്പത്തിക നേട്ടത്തിനു പുറമെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു. വാഴയിൽ നിന്ന് വീണ്ടും വീണ്ടും കന്നുകളെടുത്ത് അദ്ദേഹം പുതിയ വാഴകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ്. ഇനിയും വാഴകൾ കുലച്ചു വളരട്ടെ. അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന സവിൻസ സംവിധാനത്തിലേക്കുള്ള വളർച്ച ഉജ്ജ്വലമാക്കി. വിപിൻ ദാസിനൊപ്പം ജയ 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 ഹേ മുതൽ വാഴ 1 ഭാഗം വരെ അസോസിയേറ്റായി പ്രവർത്തിച്ച പരിചയസമ്പത്തുമായാണ് സവിൻ ഈ വലിയ ദൗത്യം ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയ താരങ്ങളെ അണിനിരത്തി ഒരു പ്രത്യേക സിനിമാറ്റിക് മീറ്റർ രൂപപ്പെടുത്തിയെടുക്കുക എന്ന വലിയൊരു വെല്ലുവിളിയെ അനായാസം മറികടന്നു എന്നു മാത്രമല്ല, പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ സിനിമയെ പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. നേരത്തിലെ പിസ്ത സോങ് പാടിവന്ന് അൽഫോൺസ് പുത്രൻ്റെ പ്രേമത്തിലെ 7ഓളം ഗാനങ്ങൾ എഴുതുകയും അതിലെ 5 പാട്ടോളം പാടുകയും ചെയ്ത ശബരീഷ് വർമ്മ വാഴ 2-ലെ തൂക്കി സോങ്ങിലൂടെ വമ്പിച്ച ഓളമാണ് ഉണ്ടാക്കിയത്. മലയാള സിനിമ ശബരീഷിനെ ഇനിയും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സായ ആഷിറിനും പിള്ളേർക്കും പിന്നെ ദേവരാജിനും എത്ര വലിയൊരു കരിയർ ബ്രേക്കാണ് വാഴ 2-ലൂടെ കൈവന്നിരിക്കുന്നത്. കോമഡി റീലുകൾ ചെയ്യുന്നവർക്ക് ഇമോഷണൽ സീൻസും ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. തുടക്കം മുതൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇമോഷണലി പ്രേക്ഷകരെ വരിഞ്ഞു മുറുക്കുകയാണ്. അവരുടെ ഒരുപാട് കാലത്തെ സിനിമാ സ്വപ്നമാണ് വാഴ 2-ലൂടെ ഗംഭീരമായി സഫലമായത്. അതുപോലെ ബിജിക്കുട്ടൻ, വലിയൊരു അവസരമൊന്നും ഇല്ലാതിരുന്ന ബിജിക്കുട്ടന് വ്യത്യസ്തമായ വേഷത്തിലൂടെ തനിക്ക് ക്യാരക്ടർ റോളുകളും വഴങ്ങുമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. തനിക്ക് കോമഡി മാത്രമല്ല ക്യാരക്ടർ റോളുകളും ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പായതോടെ ഇത് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരിക്കും. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മറ്റൊരു കഥാപാത്രമാണ് മുജീബ് മാഷ്. വില്ലൻ വേഷമാണെങ്കിലും വ്യത്യസ്തമായൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയിലാണ് വിജയ് ബാബു. അജു വർഗീസിൻ്റെ മനോഹരമായ അഭിനയ രീതി നമുക്ക് വാഴ 2-ലൂടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ പോലീസുകാരനായി അൽഫോൺസ് പുത്രനും തിളങ്ങി. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള സിനിമാ വീഡിയോകൾക്കായി റിവ്യൂസിനായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.